പ്രണയഭയം. അന്ന പോയതിനു ശേഷം തികച്ചും ഒറ്റപ്പെട്ടു. ജീവിതത്തിൽ അവളുടെ അസാന്നിധ്യമുണ്ടാക്കിയ ശൂന്യത അത്രമേൽ വലുതായിരുന്നു. പുസ്തകങ്ങൾ വായിച്ചും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ചുമായിരുന്നു ആ ശൂന്യതയെ മറികടക്കാൻ ശ്രമിച്ചത്. അന്നയെക്കുറിച്ച് കൂട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ അവൾ പോയ ശേഷം എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാകാം അഗുവും റോഷനും വിദ്യയും റൂബിയുമൊക്കെ കൂടുതൽ ശ്രദ്ധാലുക്കളായി. ഒഴിവു സമയങ്ങളിൽ ക്യാമ്പസിലെ വാഗമരച്ചോട്ടിൽ അവർ കൊണ്ടുപോകും. പാട്ടുപാടിത്തന്നും കളിതമാശകൾ പറഞ്ഞും അവർ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അന്നയുടെ നഷ്ടത്തെ മറികടക്കാൻ ഞാൻ ക്ലാസ്സിലെ കൂട്ടുകാരിൽ അഭയം പ്രാപിച്ചു. ലൈബ്രറിയും ക്ലാസ്സും വാഗമരത്തണലുമൊക്കെയായി സമയം ചെലവഴിച്ചു. കഥകളും കവിതകളും നോവലുകളും മാത്രം തലയ്ക്കകത്തുള്ള എനിക്ക് അക്കൗണ്ടൻസിയും എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും അരോചകമായി എന്നാലും തോൽക്കരുതെന്ന് കരുതി മാത്രം പഠിച്ചു. ക്ലാസ്സിലെ ജനലിലൂടെ നോക്കിയാൽ ക്യാമ്പസിൻ്റെ തെക്കേ അറ്റത്തായി നിലനിൽക്കുന്ന അക്കേഷ്യ മരങ്ങളും അതിനോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു കുളവും കാണാം. അക്കേഷ്യ പൂക്കൾ അലർജി ഉണ്ടാക്കും. ആസ്മ രോഗിയായതിനാൽ ആ ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റില്ല. എന്നാലും ആ കുളവും അതിനു ചുറ്റുമായി നിരന്നു നിൽക്കുന്ന അക്കേഷ്യ മരങ്ങളും കടും മഞ്ഞപ്പൂക്കൾ തൂങ്ങിക്കിടക്കുന്ന പഞ്ചാരമണലും മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി അനങ്ങാതിരിക്കുന്നത് കാണുമ്പോൾ കൂട്ടുകാർ കളിയാക്കും. കാൽപ്പനിക ലോകത്തു നിന്നും വളരെ ദൂരെയായിരുന്നു അവർ. അവരുടെ യഥാർത്ഥ ലോകത്തു നിന്ന് ഞാനും. എന്നിട്ടും അവരെന്നെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചു. അവർക്ക് വേണ്ടി ഞാൻ പാട്ടുകൾ പാടി, തമാശകൾ പറഞ്ഞു, അവർക്കൊപ്പം പൊട്ടിച്ചിരിച്ചു. അവരുടെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം പങ്കുവച്ചു. അവരോടൊപ്പം ഇരിക്കുമ്പോൾ സങ്കടങ്ങളും വേദനകളും മറന്നു. ഒരു ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുകയായിരുന്നു. ബുക്കെടുത്ത് അന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിനുള്ളിൽ നിന്നും മടക്കി വെച്ച ഒരു പേപ്പർ കിട്ടി. അതിമനോഹരമായ ഒരു പ്രണയലേഖനമായിരുന്നു അത്. ഓരോ വരികളും അത്രമേൽ ആർദ്രയാക്കിക്കൊണ്ടിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു പ്രണയലേഖനം കിട്ടുന്നത്. അതിൽ പേര് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആരായിരിക്കാം കത്തെഴുതിയത്? എന്തുകൊണ്ടായിരിക്കാം അയാൾ പേര് വെളിപ്പെടുത്താതിരുന്നത്? ആകാംക്ഷ വർദ്ധിച്ചു. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നതും വിദ്യയ്ക്കും അഗുവിനും ഈ കത്ത് വായിക്കാൻ കൊടുത്തു. അതേ ആകാംക്ഷ തന്നെയായിരുന്നു അവർക്കും. പേര് വെളിപ്പെടുത്താതെ കത്തെഴുതിയത് ആരായിരിക്കാം? എന്തായാലും അയാളെ ഉടൻ കണ്ടെത്തുമെന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കത്തിൻ്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വല്ലാത്ത നിരാശയിലായി. കത്തിലെഴുതിയിരിക്കുന്നത് പോലെ അത്രയും പ്രണയിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരിട്ട് പറയുന്നില്ല? ഉറപ്പായും കളിപ്പിക്കാൻ ആരോ ചെയ്തതാകുമെന്നാണ് ആദ്യം കരുതിയത്. ആളെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഉള്ളിലെ ആകാംക്ഷയും കുറഞ്ഞു വന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു കൂട്ടുകാരനാണ് എഴുത്തിൻ്റെ ഉടമ ആരാണെന്ന് വെളിപ്പെടുത്തിയത്. ആളെ അറിഞ്ഞതും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അധികം ആരോടും സംസാരിക്കാത്ത, നന്നായി പഠിക്കുകയും മനോഹരമായി വരയ്ക്കുകയും ചെയ്യുന്ന ക്ലാസ്സിലെ മിടുക്കനായ റോബിയായിരുന്നു അത്. അഗുവിൻ്റെയും റോഷൻ്റെയും വിദ്യയുടെയും അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും കോളേജ് ലൈബ്രറിയിലും ക്യാൻറ്റീനിലും ഇടനാഴികളിലുമൊക്കെ അവൻ്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നെങ്കിലും ഒരിക്കൽ പോലും റോബിയോട് സംസാരിച്ചിരുന്നില്ല. അവൻ്റെ ഇഷ്ടം അഗുവിനോ വിദ്യയോടോ പോലും പറയാതിരുന്നത് എന്താവാമെന്ന ചോദ്യം സംശയാലുവാക്കിയെങ്കിലും റോബിയുടെ സ്നേഹത്തെ അവിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കത്തെഴുതിയത് റോബിയാണെന്നറിഞ്ഞ വിവരം ആരോടും തന്നെ പറഞ്ഞില്ല. ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കുമെന്ന് കൂട്ടുകാരന് വാക്കുകൊടുത്തിരുന്നു. പിന്നീട് റോബി അറിയാതെ ഞാൻ അവനെ ശ്രദ്ധിച്ചു തുടങ്ങി. അവനെന്നെ നോക്കുന്നതും എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നതും അറിയുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും കണ്ടതായി ഭാവിച്ചില്ല. ശരിക്കും അവൻ എന്നെ പ്രണയിക്കുന്നു എന്ന അറിവ് ഉള്ളിൽ അത്ഭുതമാണ് ഉണ്ടാക്കിയത്. എന്ത് കാരണത്താലാവും അവന് ഇഷ്ടം തോന്നിയത് എന്നായിരുന്നു ചിന്ത. സഹതാപത്തിനപ്പുറം ഒരു പ്രത്യേകതയും ഇല്ലായിരുന്നു എന്ന് വിശ്വസിച്ചു. ആളുകൾക്കിടയിൽ എന്നും അദൃശ്യയായി മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെട്ട എന്നിലേക്ക് ഒരു പ്രണയം എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഒരു പ്രണയം തന്ന മുറിവ് ഉണങ്ങാതെ കിടന്നിരുന്നതിനാൽ അതിൻ്റെ പേരിൽ മനുഷ്യനെ വിശ്വസിക്കാൻ ഭയമായിരുന്നു. ആ വർഷം കോളേജ് മാഗസിനിൽ എൻ്റെ ഒരു കവിതയുണ്ടായിരുന്നു. തൊട്ടടുത്ത പേജിൽ റോബിയുടെ മനോഹരമായ ഒരു കഥയും. പ്രണയിനിയെ വർണ്ണിച്ചുകൊണ്ടായിരുന്നു ആ കഥയുടെ തുടക്കം. അത് പല ആവർത്തി വായിക്കുമ്പോഴൊക്കെയും ഞാൻ എന്നെ തന്നെ അവിശ്വസിച്ചു കൊണ്ടിരുന്നു. അതിൽ വർണ്ണിച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ സൗന്ദര്യം എനിക്കുണ്ടായിരുന്നോ എന്നതായിരുന്നു ആകാംക്ഷ. കാരണം
ഒരു സ്ത്രീയെ എത്ര മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചത് ഖലീൽ ജിബ്രാൻ്റെ കൃതികളിലായിരുന്നു. ഖലീൽ ജിബ്രാൻ തൻ്റെ കാമുകിക്ക് എഴുതിയ കത്തുകൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാമുകിയാകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട്. ആ കത്തുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു കിട്ടിയ എഴുത്തും. എൻ്റെ കണ്ണുകളും ഏറെ നേരം നോക്കിയിരിക്കാറുള്ള അക്കേഷ്യ മരങ്ങളും അതിനു ചുവട്ടിലായി തൂങ്ങിക്കിടക്കുന്ന കടും മഞ്ഞ പൂക്കളും അവൻ ശ്രദ്ധിച്ചിരുന്നെന്ന് ആ കത്തിലൂടെയാണ് അറിഞ്ഞത്. വെറുമൊരു കത്തെന്നല്ല, കവിതയെന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അത്ര സുന്ദരമായിരുന്നു അതിലെ വരികൾ ഓരോന്നും. പ്രണയിക്കപ്പെടുന്നത് പോലെ മനോഹരമായി ഒന്നുമില്ല എന്നറിയാമായിരുന്നിട്ടും പ്രണയത്തെ ഭയന്നു. എന്നെങ്കിലും ഒരിക്കൽ റോബി നേരിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ നിരസിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. സ്നേഹം ദൗർബല്യമായ ഒരുവൾ സ്നേഹിക്കപ്പെടുന്നു എന്നതിനേക്കാൾ അപകടകരമായി എന്തുണ്ട്? എന്നിലെ വിഡ്ഢിയായ സ്വപ്നജീവി ഇല്ലാത്ത ലോകത്തിലേക്ക് ഒരു നൂൽപ്പാലമിടുമെന്നും കണ്ണുകളടച്ച് കാമുകനെ മാത്രം സ്വപ്നം കണ്ട് അതിലൂടെ നടക്കുമെന്നും അറിയാമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അകവും വിദ്യയും കൂടി ചേർന്നാണ് കത്തെഴുതിയത്. റോബിയാണെന്ന് പറയുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നതാണെന്ന് അവരോട് പറഞ്ഞില്ല. ആദ്യമായി അറിയുന്നത് പോലെ പെരുമാറി. ഞങ്ങൾ പ്രണയിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് വിദ്യയായിരുന്നു. അതിനായി റോബിക്ക് ഉള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആ കത്തെഴുതിയത് ആരാണെന്ന് ഞാൻ അറിഞ്ഞത് അവൻ മനസ്സിലാക്കിയിട്ട് പോലും മുന്നിൽ വരികയോ ഇഷ്ടമാണെന്ന് പറയുകയോ ചെയ്തിരുന്നില്ല. ഒരുപക്ഷേ നിരസിക്കുമോ എന്ന ഭയം കൊണ്ടാകാം. വിദ്യയോടായിരുന്നു റോബിയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അവളത് എന്നോടും പറയുമായിരുന്നു. ആദ്യമൊക്കെ അവൻ്റെ സ്നേഹത്തിൽ അത്ഭുതം തോന്നിയിരുന്നില്ല. പിന്നീടത് സത്യമാണെന്നും ആഴമേറിയതാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു. ഒരു പെൺകുട്ടിക്ക് പ്രണയം തോന്നാൻ മാത്രം എല്ലാ സവിശേഷതകളും അവനിലുണ്ടായിരുന്നിട്ടും ഞാൻ ഒഴിഞ്ഞു മാറി. പഴയ പ്രണയത്തിൻ്റെ വടുക്കൾ ചോര കിനിഞ്ഞു കിടക്കുന്നത് ഓർക്കുമ്പോൾ മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെടാൻ ഭയമായിരുന്നു. ചേർത്ത് വെച്ച ഓരോ സ്നേഹവും മുറിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കയ്യിൽ കിടന്ന് പൊട്ടിയ ഒരു കുപ്പിയോള കഷ്ണം പോലും വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയാത്തവൾക്ക് മനുഷ്യരിൽ നിന്നുള്ള ഇറങ്ങിപ്പോകലുകൾ അത്രയും വേദനിപ്പിക്കുന്നതായിരുന്നു. അതൊരു മഴക്കാലമായിരുന്നു. കോളേജ് വരാന്തയിലെ ഇടനാഴിയിൽ വെച്ച് റോബി പ്രണയം പറഞ്ഞ ദിവസം അവൻ്റെ കണ്ണിലെ പ്രണയം നേരിടാനാകാതെ പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു. ഒരേ സമയം അവൻ്റെ പ്രണയം തീവ്രമായി ആഗ്രഹിക്കുകയും അതേസമയം അവനെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്ന വിചിത്ര ജീവിയായിരുന്നു ഞാൻ. മറുപടിയൊന്നും പറയാതെ തിരിഞ്ഞു നടക്കുമ്പോൾ അതവനെ തകർത്ത് കളയുമെന്ന് അറിയാമായിരുന്നിട്ടും ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഓരോ ദിവസവും മറുപടിക്കായി അവൻ കാത്തിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും എന്നിലുള്ള അവൻ്റെ പ്രതീക്ഷ കുറഞ്ഞു വരുന്നതായി അറിഞ്ഞു. കൂട്ടുകാർ വരെ പറഞ്ഞു, നീ എന്ത് ക്രൂരയാണ് എന്ന്. പക്ഷേ വേദനകളും ജീവിതം നിന്ന മുറിവുകളും ഒറ്റപ്പെടലുകളും കലഹങ്ങളും പ്രിയപ്പെട്ടവരുടെ വേർപിരിയലുമൊക്കെ എനിക്ക് പോലും അറിയാത്ത ഒരു ഞാനാക്കി മാറ്റിയിരുന്നു. കൊടുങ്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഉണങ്ങിയ മൃഗത്തോല് പോലെയായിരുന്നു. പ്രണയത്തിൻ്റെ വിദൂര സാധ്യതകളെപ്പോലും ഭയന്നിരുന്നു. അത്രയേറെ മുറിവേൽക്കപ്പെട്ടവളായതുകൊണ്ടാവാം പ്രിയപ്പെട്ടവനെ നിന്റെ സ്നേഹത്തിന് മുന്നിൽ മൗനമായി നിന്നത്.